നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടറിൻ്റെ കഥ. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് ഈ ഒരു സെഷനിലൂടെ വേഗത്തിലൊന്ന് ഓടിച്ചു പോകാം. നമുക്കൊരു ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ? ഈ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഈ വാക്കുണ്ടല്ലോ, ഇതെവിടുന്നാ വന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു വാക്കിൻ്റെ ഉത്ഭവം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അല്ലേ? ഇതാണ് ഉത്തരം. കമ്പ്യൂട്ടർ എന്ന വാക്ക് വന്നത് കമ്പ്യൂട്ടാറെ എന്നൊരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്നോ? കണക്കുകൂട്ടുക അല്ലെങ്കിൽ എണ്ണുക എന്ന് തന്നെ. അപ്പോൾ സംഭവം സിമ്പിളല്ലേ? കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ജോലി എന്ന് പറയുന്നത് കണക്കുകൂട്ടലാണ്. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ സെക്ഷനിലോട്ട് കടക്കാം. എന്താണ് ശരിക്കും ഒരു കമ്പ്യൂട്ടർ? അതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷനും പിന്നെ നമ്മൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട കുറച്ച് പേരുകളുമൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് മെഷീനാണ്. അത് എന്താ ചെയ്യുന്നത്? അത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, അതായത് ഇൻപുട്ട്, അതിനെ സ്വീകരിക്കും, എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും. അവസാനം നമുക്ക് ആവശ്യമുള്ള വിവരം, അതായത് ഔട്ട്പുട്ടായിട്ട് തരും. ഈ 3 വാക്കുകൾ മറക്കരുത് കേട്ടോ: ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, PSC പരീക്ഷകളിലൊക്കെ ആളുകൾക്ക് എപ്പോഴും തെറ്റുപറ്റുന്നൊരു ഭാഗമാണത്. ശ്രദ്ധിച്ചു കേൾക്കണം. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് ചാൾസ് ബാബേജ് ആണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ചോദ്യം പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നാണെങ്കിൽ ഉത്തരം മാറും. അത് എഡ്വേർഡ് റോബർട്ട്സ് ആണ്. ഈയൊരു വ്യത്യാസം നല്ലോണം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളൂ. അപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് അതിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയാലോ? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്തൊക്കെയാണ് അതിന്റെ മെയിൻ പാർട്സ്? നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം പ്രധാനമായും ഈ 3 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒന്നാമതായി ഇൻപുട്ട് യൂണിറ്റ്. ഇതുവഴിയാണ് നമ്മൾ ഡേറ്റായും നിർദ്ദേശങ്ങളുമൊക്കെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കീബോർഡ്, മൗസൊക്കെ ഇൻപുട്ട് യൂണിറ്റുകളാണ്. രണ്ടാമത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, നമ്മൾ ചുരുക്കി CPU എന്ന് പറയും. ഈ കൊടുത്ത ഡേറ്റയെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് ഇവനാണ്. മൂന്നാമതായി ഔട്ട്പുട്ട് യൂണിറ്റ്. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫലം നമുക്ക് കാണിച്ചു തരുന്നത് ഇവരാണ്. നമ്മുടെ മോണിറ്റർ സ്ക്രീൻ, പ്രിന്റർ, ഇതൊക്കെ ഔട്ട്പുട്ട് യൂണിറ്റുകളാണ്. CPUവിനെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? ഇതിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, അതായത് ALU. എല്ലാ കണക്കുകൂട്ടലുകളും ലോജിക്കൽ ഓപ്പറേഷൻസും ചെയ്യുന്നത് ഇവനാണ്. രണ്ടാമത്തേത് കൺട്രോൾ യൂണിറ്റ്, അതായത് CU. പേര് പോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഈ കൺട്രോൾ യൂണിറ്റാണ്. മൂന്നാമത്തേത് മെമ്മറി യൂണിറ്റ്, MU. ഡേറ്റയൊക്കെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്തു വെക്കുന്നത് ഇവിടെയാണ്. ബിൽ ഗേറ്റ്സ് ഒരിക്കൽ പറഞ്ഞ ഒരു രസകരമായ കാര്യമുണ്ട്: കമ്പ്യൂട്ടറുകൾക്ക് ഒരുപാട് മെമ്മറിയുണ്ട്, പക്ഷേ ഒട്ടും ഭാവനയില്ലായുണ്ട്. ശരിയാണ്. ഈ ഭാവനയില്ലാത്ത മെഷീൻ എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് എത്തിയത്? അതിന്റെ പിന്നിലൊരു വലിയ ചരിത്രമുണ്ട്. നമുക്ക് ആ ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കമ്പ്യൂട്ടിങ്ങിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് നോക്കാൻ പോകുന്നത്. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറിന്റെ ചരിത്രമെന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ പേടിക്കൊന്നും വേണ്ട, പരീക്ഷയ്ക്ക് ഇതിലുള്ള എല്ലാം നമുക്ക് ആവശ്യമില്ല. ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ നമുക്ക് ചരിത്രത്തിലൂടെ ഒന്ന് വേഗത്തിൽ സഞ്ചരിക്കാം. തുടങ്ങുന്നത് എവിടെന്നാണെന്നോ? ഏകദേശം 2400 BCയിൽ വന്ന അബാക്കസിൽ നിന്ന്. അതാണ് ആദ്യത്തെ കണക്കുകൂട്ടൽ ഉപകരണം. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് 1642 ബ്ലെയ്സ് പാസ്കലൈൻ എന്ന പേരിൽ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചു. അതിനുശേഷം 1837 നമ്മുടെ ചാൾസ് ബാബേജ് അനലിറ്റിക്കൽ എഞ്ചിൻ ഡിസൈൻ ചെയ്തു. ഇതിനെയാണ് ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ ഇലക്ട്രോണിക് യുഗത്തിലേക്ക് വരുന്നു. 1945 വന്ന ഇനിയാക് ആയിരുന്നു ആദ്യത്തെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. പിന്നീട് 1971 ഇന്റൽ 4004 എന്ന മൈക്രോ പ്രോസസർ വന്നതോടുകൂടി കമ്പ്യൂട്ടറുകളുടെ വലിപ്പം ഒരുപാട് കുറഞ്ഞു. അവസാനം 1977 ആപ്പിൾ II പോലുള്ള കമ്പ്യൂട്ടറുകൾ വന്നു. അതോടുകൂടി പേഴ്സണൽ കമ്പ്യൂട്ടർ യുഗത്തിന് തുടക്കമായി. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വേഗത്തിലൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമായി. പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പോയിന്റ്സ് മാത്രമുള്ള ഒരു ക്വിക്ക് റിവ്യൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമായിട്ട് ഓർത്തുവെക്കുക. ആദ്യത്തെ കണക്കുകൂട്ടൽ ഉപകരണം ഏതാണ്? അബാക്കസ്. ആദ്യത്തെ ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ, അനലിറ്റിക്കൽ എഞ്ചിൻ. ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ ABC, അതായത് അറ്റനസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ. ഇനി ആദ്യത്തെ ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് ENIAC. സ്റ്റോർഡ് പ്രോഗ്രാം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് EDVAC ആണ്. പിന്നെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവെന്നറിയപ്പെടുന്നത് സെയ്മർ ക്രേ. ഇത് മാറിപ്പോവരുത്. ഈ ഒരു തീയതി നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടോളൂ: ഡിസംബർ 2.
എന്താണിതിന്റെ പ്രത്യേകത? ഇതാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറുകൾ ശരിക്കും പറഞ്ഞാൽ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നമ്മൾ ഇന്ന് പഠിച്ച ഈ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ ഏതൊക്കെയായിരിക്കും ഇനിയൊരു 50 വർഷം കഴിഞ്ഞാൽ